എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് കടന്നു വന്നു. നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ടും അങ്ങനെ ദുആ ചെയ്യുമ്പോൾ റജബ് കടന്നു വന്നു, പടച്ചവനെ റമദാൻ വരാൻ പോകുന്നു, റമദാൻ വരാൻ പോകുന്നു, ആ ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ദുആ അങ്ങ് കേട്ട് ശീലമായപ്പോൾ ഇപ്പൊ നമുക്കതൊന്നും വലിയൊരു കാര്യമല്ല. ഇനി പള്ളിയിൽ വിളിച്ചു പറയണം നാളെ റമദാൻ ഒന്നാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വ ശഅബാനു ഷഹരി, എൻ്റെ മാസമാണ് ശഅബാൻ. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, നബിതങ്ങൾ ഈ മാസത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ മാസം. വേറെ എത്രയോ മാസങ്ങളുണ്ട്, മുഹറമും സഫറും റബീഉൽ അവ്വലും റബീഉൽ ആഖിറും ഒക്കെ തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം പോലും എൻ്റെതാണെന്ന് നബിതങ്ങൾ പറഞ്ഞില്ല. ആ റബീഉൽ അവ്വൽ മാസം എൻ്റെ മാസമാണെന്ന് നബിതങ്ങൾ പറഞ്ഞില്ല. അപ്പൊ നബിതങ്ങൾ തന്നിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു മാസമാണ് ശഅബാൻ മാസം. അതുമാത്രമല്ല, ഈ ശഅബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയണം എന്ന് പറയുന്ന ആയത്ത് പോലും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് പോലും അല്ലാഹു ഇറക്കിയത് ശഅബാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിതങ്ങൾ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ശഅബാന. ഇതെല്ലാം പറഞ്ഞിട്ടും നബിതങ്ങൾ പറയുന്നുണ്ട് ശഅബാൻ മാസത്തെ ജനങ്ങൾ മറന്നു കളയുന്ന ഒരു മാസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, ആ വിശുദ്ധമായ ശഅബാൻ വിട പറയാനൊരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? പരിശുദ്ധമായ ശഅബാൻ മാസം എൻ്റെ മാസമാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ശഅബാനിൽ നബിതങ്ങളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാണ് പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുത്തുനബിയെ കുറിച്ചൊന്ന് പഠിക്കാമല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണമല്ലോ. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണല്ലോ, ഉസ്താദേ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നിബിതങ്ങളുടെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയാ കൊതിക്കാത്തവരില്ലല്ലോ. പടച്ചവനെ എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ, അതൊന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിച്ചു തരണേ തമ്പുരാനെ. ആഗ്രഹിക്കാത്തവരില്ലല്ലോ, ദുആ ചെയ്യാത്തവരില്ലല്ലോ. അല്ലാഹുവേ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരിക്കൽ കുടിച്ചാ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയമുണ്ടല്ലോ, മുത്തുനബിയുടെ തിരുകരങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്യാത്തവരില്ലല്ലോ. അല്ലാഹുവേ, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന വിഭാഗത്തില് പടച്ചവനെ, നബിതങ്ങളെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ ആ കൂട്ടത്തിൽ എനിക്കും പെടണമല്ലാ, എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. അവിടത്തെ ശഫാഅത്ത് കിട്ടാ കൊതിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ,
നിബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാക്, നിബിതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാക്. ആ നിബിതങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാൻ വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ മുത്തുനബിയെ കുറിച്ചൊന്ന് പഠിക്കാമടോ. ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ? മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. ചെരുപ്പെടുത്തു കൊടുക്കുവാനും വെള്ളമെടുത്തു കൊടുക്കാനും നബിതങ്ങളുടെ ഖാദിമായി നടക്കുന്ന സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിൽ ചെലവഴിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്യുവാനും ഒരു രാത്രിയിൽ നബിതങ്ങളുടെ കൂടെ താമസിക്കുവാനും അല്ലാഹു എനിക്കൊരവസരം നൽകി. പടച്ചവനെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും യാത്ര ചെയ്യുകയാണ്. രാത്രിയിലായി നബിതങ്ങൾ അവിടെ നിന്ന് റൂമിലേക്ക് കയറി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് രാത്രിയിൽ നമസ്കരിക്കാൻ എഴുന്നേക്കുമല്ലോ, അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ എഴുന്നേക്കുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് ഒതുവെടുക്കണമല്ലോ, വല്ലാത്ത തണുപ്പാണല്ലോ, പച്ചവെള്ളത്തിൽ ഒതുവെടുക്കൽ വലിയ പ്രയാസമാണല്ലോ. അതുകൊണ്ട് നബിതങ്ങൾക്ക് പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കണമല്ലോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വെള്ളം തയ്യാറാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഒതുവെടുക്കുന്നതിന് വേണ്ടി ചൂടുവെള്ളം തയ്യാറാക്കി. നിബിതങ്ങൾ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ല. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ ഉറക്കമൊടിച്ചിട്ട് നിബിതങ്ങൾ ഉണരുന്നതും കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ, പാതിരാത്രിയായി. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെള്ളവും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം, ഒളുവെടുക്കാൻ ചൂടുവെള്ളം ഇതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് ചൂടുവെള്ളം അവിടെ നിന്ന് കൊടുക്കുമ്പോൾ നിബിതങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ ഉറങ്ങിയില്ലേ റബിയ, ഉറങ്ങിയില്ലേ റബിയ? ഇല്ല നബിയേ, തണുപ്പുള്ള രാത്രിയാണല്ലോ, അങ്ങക്ക് ചൂടുവെള്ളവും തയ്യാറാക്കി ഉണരുന്നതും കാത്ത് റൂമിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. എന്തൊരു സ്നേഹമാ അല്ലാഹ്, എന്തൊരു സ്നേഹമാ അല്ലാഹ്. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്തു കൊടുക്കാനാണ്? ഈ ചെറുപ്പക്കാരൻ എന്തു കൊടുത്താലാണ് മതിയാകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. ആ പാവപ്പെട്ടവനായ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്, ഇങ്ങടുത്തേക്ക് വാ റബിയ, ഇങ്ങടുത്തേക്ക് വാ റബിയ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, റബിയ നിനക്കെന്തു വേണം റബിയ? നിനക്കെന്തു വേണം റബിയ? എന്തു വേണമെങ്കിലും ചോദിക്ക്, എന്തു വേണമെങ്കിലും നീ ചോദിക്ക്. ഇന്നെന്നോട് എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ റബിയ. ആരാ പറയുന്നത്? ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്തു വേണമെങ്കിലും ചോദിക്ക്, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ആ പാവപ്പെട്ടവനായ ദരിദ്രനായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? അസ്അലുക മുറാഫതക ഫിൽ ജന്ന.
കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വാങ്ങിത്തരണേ എന്നല്ല, എനിക്ക് സ്വർഗം വേണമെന്നല്ല. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം, അങ്ങയുമായി സഹവസിക്കണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർഗം വാങ്ങിത്തരണമെന്നല്ല പറയുന്നത്, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണമെന്നാണ്, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വേണോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്ക്. സമ്പത്ത് വേണോ? അധികാരം വേണോ? വീട് വേണോ? നല്ല ജീവിതം വേണോ? വേറെ എന്തെങ്കിലും ചോദിക്ക് റബിയ. യാ റസൂലല്ലാഹ്, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടന്നാ മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ ആഗ്രഹമില്ലേ വാപ്പമാരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ 63 വർഷക്കാലമാണ് ജീവിച്ചത്. നുബുവത്ത് കിട്ടിയതിന് ശേഷം 23 വർഷമാണ് ജീവിച്ചത്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് കാലാകാലം ലോകത്തിന്റെ നേതാവിന്റെ കൂടെ നടക്കണോ? അവിടെ മരണമില്ലല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മരണമില്ലല്ലോ. ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ രാവും പകലും നിനക്ക് നടക്കണോ? നിബിതങ്ങളെ കാണണോ? നിബിതങ്ങളുമായി സഹവസിക്കണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിനുള്ള വഴി എന്തെന്നറിയോ? അവിടെ പടച്ചവനെ മരണമില്ലല്ലോ, അവിടെ പ്രായമുള്ളവരില്ലല്ലോ, അവിടെ രോഗികളില്ലല്ലോ, അവിടെ കറുത്തവരില്ലല്ലോ. അല്ലാഹുവേ, സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സ്, എല്ലാവരും 33 വയസ്സുകാരാണ്. പടച്ചവനെ, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാണ്. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിന്റെ അകത്തുകൂടെ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ പോലും അവിടുത്തെ വിരലുകൾ മുറിച്ചു എന്ന ചരിത്രം പറയുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നത്. അവിടെ കഷ്ടപ്പാടില്ലല്ലോ, അവിടെ പ്രയാസമില്ലല്ലോ, അവിടെ രോഗമില്ലല്ലോ, അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട. ഒരാളും നിന്നെ ചോദ്യം ചെയ്യാനില്ല. പടച്ചവനെ എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അവിടെ പടച്ചവനെ സദക്ക കൊടുക്കേണ്ട കാര്യമില്ല, വഅദ് കേൾക്കേണ്ട കാര്യമില്ല, വഅദ് പറയുന്നത് പടച്ചവനെ അവിടെയില്ല. എല്ലാവരും ആസ്വദിച്ച് നടക്കുകയാണ്. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ.
അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് പോലെ ചോറ് വെക്കണ്ട, പെങ്ങളെ മിറ്റം നോക്കണ്ട, തുണി കഴുകണ്ട. അതിനവിടെ ഖാദിമീങ്ങളുണ്ട്. പെങ്ങള് വാപ്പാ കഷ്ടപ്പാടില്ല, കുടുംബത്തെ പോറ്റാൻ ജോലിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. അവിടെ ഒരു കഷ്ടപ്പാടുമില്ല വാപ്പാ. അവിടെ അടിച്ചുപൊളിയാണ്, അവിടെ ആസ്വാദനമാണ്, അവിടെ സുഖമുള്ള ജീവിതമാണ്. അവിടെ കള്ളിന്റെ പുഴകൾ കാണാ, പാലിന്റെ അരുവികൾ കാണാ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗം അള്ളാന്റെ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ആ സ്വർഗത്തിൽ വാപ്പയുടെ കൂടെയല്ല, ഉമ്മയുടെ കൂടെയല്ല, ഭാര്യയുടെ കൂടെയല്ല, മക്കളുടെ കൂടെയല്ല, ഈ ലോകം തന്നെ പടയ്ക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസിയാകണോ, നബി തങ്ങളുടെ കൂട്ടുകാരനാകണോ, നബി തങ്ങളെ കണ്ടുകൊണ്ട് നടക്കണോ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് അസ്അലുക മുറാഫതക ഫിൽ ജന്ന. നബി തങ്ങളുടെ കൂടെ ഒരു രാത്രിയിൽ ചിലവഴിക്കാൻ, യാത്രയിൽ നബിതങ്ങളുടെ കൂടെ പോയി രാത്രിയിൽ നബിതങ്ങളോടൊപ്പം താമസിക്കാൻ അവസരം കിട്ടിയ സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ വല്ലാത്ത തണുപ്പ്. നബിതങ്ങൾ രാത്രി ഉദവെടുക്കാൻ എഴുന്നേക്കും, ഇബാദത്തിന് വേണ്ടി എഴുന്നേക്കും, ഉദവെടുക്കണം. അപ്പം ചൂടുവെള്ളം വേണം. തണുത്ത വെള്ളത്തിൽ ഉദവെടുക്കൽ പ്രയാസമായതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഉറക്കമൊഴിഞ്ഞ് വെള്ളവുമായിട്ട് നബിതങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ ഇതാ നബിയെ ചൂടുവെള്ളം. നബിതങ്ങൾ ചോദിച്ചില്ല. ഈ സ്വഹാബി എല്ലാം തയ്യാറാക്കി നിൽക്കുക. നീ ഉറങ്ങിയില്ലേ റബിയ? ഇല്ല നബിയെ. എപ്പോഴാണ് എഴുന്നേക്കണമെന്ന് അറിയില്ലല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ, വെള്ളവും കാത്ത് ഞാൻ നിൽക്കുക. ഈ ഒരു സ്നേഹം കണ്ടപ്പോൾ നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. എന്താ അല്ല ഈ ചങ്ങാതിക്ക് എന്നോട് എന്തൊരു സ്നേഹം പടച്ചോനെ, എന്താ അല്ല ഈ സ്നേഹം. അപ്പം നബിതങ്ങൾ ചോദിച്ചു, മോനെ നിനക്ക് എന്താ വേണ്ടത് ചോദിക്ക്. അതങ്ങനെ ചില അവസരങ്ങളുണ്ട് ജീവിതത്തിൽ, ചില ചാൻസുകളുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ട ചോദിച്ചോ, എന്താ വേണ്ട, എന്ത് വേണേലും ചോദിച്ചോ, എന്ത് ചോദിച്ചാലും തരാൻ ചോദിച്ചോ. ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, സ്വർഗം വേണമെന്നല്ല പറഞ്ഞേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം. ഇതുപോലെ നടക്കണം നബിയെ സ്വർഗത്തിലും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, വേറെ എന്തെങ്കിലും ചോദിക്കുക, ഇതല്ലാതെ വേറെ എന്തെങ്കിലും. എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയെ, എനിക്കിത് മതി, എനിക്കിത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് തരാം. നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാർ, നബിതങ്ങളുടെ കൂടെ സഹവസിക്കാൻ ഭാഗ്യം കിട്ടുന്ന ചിലരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇതിപ്പോൾ രാമിയും പറയാൻ പോലും ശബ്ദമില്ല അല്ലേ? അള്ളാഹുവെ ഉറക്ക ആമിയും പറയുന്നത് ആരാണോ അവർക്ക് മരിക്കുന്ന സമയത്ത് ഈ ആമിയും പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഓ, നിങ്ങൾ എന്നെയാ പറഞ്ഞേ പ്രസിഡന്റ്, ഇവരെ ആമീൻ പറഞ്ഞേ. അള്ളാഹുവെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം നൽകണേ അല്ലാ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേണമെന്ന് വെച്ചാൽ ആമീനൊക്കെ പറയാനൊക്കെ പറ്റും. അപ്പം വേണമെന്ന് വിചാരിക്കണം, അതിനിത്തിരി മസിൽ പിടുത്തമൊക്കെ ഒന്ന് വിട്ടാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഇൻഷാ അല്ലാഹ് ആരാ ഈ കൂട്ടത്തിൽ ഈ തൊപ്പിയും താടിയും തഴമ്പയും ഫർദയും ഹിജാബും കയ്യിൽ തസ്ബീഹ് ഇട്ടിട്ട് നടക്കണ ഈ ഇരിക്കണ നമ്മളുടെ ഇടയിൽ ആരാണ് നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാർ? നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുന്നത്? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? നിങ്ങൾക്ക് മടുക്കുമ്പോൾ നിങ്ങൾ പറയണം കേട്ടാ. മടുക്കുമ്പോൾ പറയൂലേ? പ്രസംഗം കേട്ടും മടുക്കുമ്പോൾ പറയണം. ഇൻഷാ അല്ലാഹ് എനിക്കാണെങ്കിൽ പല ആവശ്യമുള്ളതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞാൻ കറക്റ്റ് ടൈമാണ്, എൻ്റെ ടൈം കറക്റ്റാണ്. ഞാൻ 8:25 ഇല്ലേപ്പാ, ഞാൻ 8:25 ഇവിടെ എത്തിയതാ. പിന്നെ ഞാൻ പോട്ടെ ഈ ഷമീറൊക്കെ പറഞ്ഞ് ഇരിക്കും ഉസ്താദേ എന്ന് എന്നെ അവിടെ ഇരുത്തിയതാ. ഞാൻ കറക്റ്റ് ടൈമാണ്. തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ ഞാൻ താമസിക്കത്തില്ല. നിർത്താൻ താമസിക്കത്തില്ല. നിങ്ങൾക്ക് വയലും കേട്ടിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. നിങ്ങൾ നേരം വെളുത്താലും ഞാൻ വീട്ടിലെത്തത്തില്ല. അതാ എൻ്റെ അവസ്ഥ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, ജുനൈദ് ഉസ്താദിനൊക്കെ അറിയാം,
അദ്ദേഹം വഴുതും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നത് രാവിലെ 4 മണിക്കാണ്. വല്ലാത്ത ക്ഷീണം കാരണം ഒന്ന് കിടന്നു. സുബഹിയുടെ വാങ്ക് വിളിച്ചു, ചാടി എഴുന്നേറ്റ് ഒളിവെടുത്ത് നിസ്കരിച്ചു. എനിക്ക് വല്ലാതെ വരുന്നു എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയ മനുഷ്യൻ 6 അടി മണ്ണിലേക്ക് യാത്രയായി. അള്ളാഹു ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളെങ്ങാനും ഒന്ന് വയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്നേഹം അങ്ങ് മാറും. സുഖമില്ലെന്ന് പറഞ്ഞാൽ വയ്യക്ക, എൻ്റെ പൊന്നാര ഉസ്താദെ, എടാ മരിച്ചെന്ന് പറഞ്ഞാൽ പറയും മയ്യത്തൊന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ. അതവസ്ഥ. അവരെയും കുറ്റം പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് എനിക്ക് നാളെ സുബഹി നിസ്കരിക്കണം, ഫർളാണ് നിസ്കാരം. അതുകൊണ്ട് ഞാൻ 11:30 നിർത്തിയേക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും സുബഹി നിസ്കരിക്കണ്ടേ? വയല് കേൾക്കുന്നതിനേക്കാളും ഫർളാണ് എന്ത്? നിസ്കാരം. ഈ വയലും കേട്ടിട്ട് ഈ ഇരിക്കണ ഏതെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയ ഞാനും ചിലപ്പോൾ അടി കൊള്ളേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതങ്ങനെ നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യന്മാർ ഇവിടെ 40 പേര് കൂടുതലുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ആമിയും മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കാരണം നാളെ പരലോക ചില ഉസ്താദന്മാരുടെ വയല് കേട്ട മുതുകുടിയം വരെ നന്നാകും. മരണവും കബറും നരകവും പരലോകവും മഹ്ശർ, ഈ ചങ്ങാതി ഇത് കേട്ടിട്ട് നന്നാകും. നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒരു കള്ളുകുടിയനെ അള്ളാഹുടെ മുമ്പിൽ കൊണ്ടുവരും. ഓനെ അള്ളാഹു വിചാരണയൊക്കെ ചെയ്തിട്ട് പറയും, വയലൊക്കെ കേട്ട് നന്നായതല്ലേ, പൊക്കോ, സ്വർഗത്തിൽ പൊക്കോ. ഓനെ സ്വർഗത്തിൽ കയറ്റിവിടും. ഈ കള്ളു കുടിച്ച മനുഷ്യൻ, ഈ നന്നായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉസ്താദിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഈ കള്ളുകുടിയൻ ഉസ്താദിൻ്റെ ഒന്ന് നിൽക്കും, ഉസ്താദെ, എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങളുടെ വയല് കെട്ടിട്ടാ ഞാൻ കുടി നിർത്തിയേ, നിങ്ങളുടെ വയല് കെട്ടിട്ടാ ഞാൻ നിസ്കാരം തുടങ്ങിയേ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് നിങ്ങളുടെ വയല് കെട്ടിട്ടാ. ഞാൻ സ്വർഗത്തിൽ, നിങ്ങൾ നരകത്തിൽ. ഇതെന്തേപ്പാ സംഭവം? ഉസ്താദ് നരകത്തിലും ഞാൻ സ്വർഗത്തിൽ, അതെന്തേ? അപ്പോൾ ഉസ്താദ് പറയുന്നൊരു മറുപടി ഉണ്ട്. ഞാൻ മൈക്ക് കിട്ടുമ്പോൾ എല്ലാം വിളിച്ചു പറയും, പക്ഷേ ഈ പറയുന്നതൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് മൈക്ക് കിട്ടുമ്പോൾ പറയും നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സദക്ക കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഉസ്താദ് ചെയ്യത്തില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ വല്ലാതെ പേടിക്കണം. എല്ലാ കാര്യം ഇഖ്ലാസിലാടോ. ഒരു മനുഷ്യൻ്റെ കാര്യം വെള്ളിയാഴ്ച ജുമയ്ക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. വെള്ളിയാഴ്ച ജുമാ പ്രസംഗമാണ്. ഉസ്താദ് പ്രസംഗിക്കുന്ന ഏത് സാഹചര്യത്തിലും എത്ര വലിയ തല പോകുന്ന സമയമാണെങ്കിൽ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. അന്ന് ജുമാ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഈ വയല് കേൾക്കാൻ വന്ന ഒരാൾ മോട്ടിക്കാൻ പോയി. മോഷണമൊക്കെ നടത്തിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വീട്ടുകാർ ഉണർന്നു. എല്ലാവരും, നാട്ടുകാർ മുഴുവനും വിളിച്ചുകൂടി, എല്ലാവരും ഒരുമിച്ച് കൂടി കള്ളനെ പിടിക്കാൻ തീരുമാനിച്ചു. കള്ളനാണെങ്കിൽ ഓടുക, നാട്ടുകാർ മുഴുവനും പുറകിൽ ഓടി. അങ്ങനെ ഈ കള്ളൻ ഓടി 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 ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. ബാക്കിൽ നോക്കുമ്പോൾ നാട്ടുകാർ മുഴുവനും തല്ലാൻ വരുന്നു. മുമ്പിലാണെങ്കിൽ നല്ല ഒഴുക്കുള്ള ആഴമുള്ള ഒരു പുഴ. അപ്പോഴാണ് ഈ കള്ളൻ ജുമാ പ്രസംഗം ഓർക്കണത്. ഉസ്താദ് ജുമയ്ക്ക് പറഞ്ഞു, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. രണ്ടും കൽപ്പിച്ചിട്ട് ഈ കള്ളൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഇന്നത്തോടെ ഈ പണി ഞാൻ നിർത്തും, ഇന്നത്തോടെ ഞാൻ മോഷണം നിർത്തും. പടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാണ് തമ്പുരാനെ, നിന്നിൽ ഞാൻ പ്രതീക്ഷ വെക്കുകയാ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞാൻ ഈ പുഴയിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കാലെടുത്ത് വെച്ചു. റോഡിൽ കൂടെ നടന്നു വന്ന പോലെ ഇയാൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അക്കരെ പോയി. ഇയാൾ നേരെ പള്ളിയിലെ ഖത്തീബിൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അള്ളാഹിനോട് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പടച്ച റബ്ബിനോട് പറയേണ്ട രീതിയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉസ്താദ്, ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു ഉസ്താദ്. ഇയാൾ വലിയ അത്ഭുതത്തോടെ ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് ഇതെല്ലാം കേട്ടിട്ട് അന്ന് രാത്രി ഉസ്താദ് നേരെ പുഴയുടെ ചാരത്ത് ചെന്നു. ഉസ്താദ് ഈ പുഴയുടെ ചാരത്ത് ചെന്നിട്ട്, പടച്ചവനെ അല്ലാ, ഞാനിത് ഇറങ്ങാൻ പോവാ, പടച്ചവനെ, ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക്. ഇഖ്ലാസ് വേണം. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും പുഴയിലെങ്ങും പോയി കാല് വെച്ചേക്കണ്ട കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറയുന്നു, റബിയ, സ്വർഗം ഞാൻ വാങ്ങിത്തരാ റബിയ,
സ്വർഗം ഞാൻ നിനക്ക് വാങ്ങിത്തരാ റബിയ. പക്ഷേ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ കൂടെ സഹവസിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഏ റബിയ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ റബിയ. ഹജ്ജിന് പോകണമെന്നല്ല, പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം നീ സുജൂദുകൾ അധികരിപ്പിക്ക്. നീ സുജൂദുകൾ അധികരിപ്പിക്ക്. കഴിവിന്റെ പരമാവധി സുജൂദ് ചെയ്യ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യാൻ മടിയാണ്. നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യുന്നത് വല്ലാത്ത ഭാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ പ്രതിഫലം എന്താണെന്നറിയാത്തത് കൊണ്ടാണ്. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അധികമായിട്ട് സുജൂദ് ചെയ്താൽ, അധികമായിട്ട് സുജൂദ് ചെയ്താൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? അവരുടെ മുഖത്തടയാളം കാണാം, അവരുടെ മുഖത്തടയാളം കാണാം. അവരാ സുജൂദ് ചെയ്യുന്നവന്റെ മുഖത്തടയാളം കാണുമെന്ന് ഖുർആൻ പറയുമ്പോ അത് കേവലം നെറ്റിയിൽ രണ്ട് കറുത്ത തഴമ്പല്ല സഹോദരാ. പടച്ചവനെ, സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ചിലരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഈമാനികമായ പ്രകാശമാണ്. പടച്ചവനെ, വല്ലാത്ത ഒരു പ്രകാശമാണ് ചിലരുടെ മുഖത്ത്. എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ നാട്ടിലെ ചിലരെ കണ്ടാ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നറിയാതെ എഴുന്നേറ്റ് പോകുമടോ. നിങ്ങളുടെ മഹല്ലിലെ ചില പ്രായമുള്ള ഉപ്പമാരെ കണ്ടാൽ അറിയാതെ എഴുന്നേറ്റ് പോവുകയാണ്. ചില ഉമ്മമാരെ കണ്ടാൽ, ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമ്മ. ആ പ്രായം ചെന്ന ഉമ്മയോട് ചെന്ന് പറയുകയാണ്. അവര് പടച്ചവനെ വാലിമീങ്ങളല്ല, ഹാജിയാക്കന്മാരല്ല, അറിയപ്പെടുന്ന സമ്പന്നനല്ല, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബക്കാരനല്ല, സാധാരണ ഒരു മനുഷ്യന്, സാധാരണ ഒരു മനുഷ്യന്. പടച്ചവനെ, പണക്കാരൻ ചിന്തിക്കുന്നു, ഞാനാണ് പള്ളിക്ക് കൊടുത്തത്, ഞാനാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തവനാണ്, ഈ നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബക്കാരനാണ്, എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ലല്ലോ, കുട്ടികൾ പോലും എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ. എന്റെ സഹോദരാ, ബഹുമാനം അല്ലാഹു കൊടുക്കുന്നതാ. അല്ലാഹുവേ, ആ ഉപ്പാടെ മുഖത്ത് നോക്കുമ്പോ ഒരു ഈമാനികമായിട്ടുള്ള പ്രകാശം കാണുകയാണ്, ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യം കാണുകയാണ്. അത് സുജൂദ് ചെയ്തിട്ട് നേടിയതാണ്, പണം കൊണ്ട് വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് വാങ്ങിയതല്ല, അധികാരം കൊണ്ട് വാങ്ങിയതല്ല. പടച്ചവനെ, അത് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹു കൊടുത്ത ഒരു അംഗീകാരമാണ്. ഖുർആൻ പറയുന്നു, അതാ മിന്നസരി സുജൂദ്. സുജൂദ് ചെയ്യുന്നവരുടെ മുഖത്തൊരടയാളം കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ പറഞ്ഞതല്ല. സംശയമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കടോ. സംശയമുള്ളവര് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നീ സുബഹി നമസ്കരിക്കാത്ത ദിവസം, നീ സുബഹി നമസ്കരിക്കുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. കാണുന്നവര് മുഴുവനും ചോദിക്കുന്നു, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. നീ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്നു, എനിക്ക് ഗ്ലാമർ കൂടിയോ അല്ല. അത് ഗ്ലാമർ കൂടിയതല്ല. സുബഹി നമസ്കരിക്കുന്നവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പലരും മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, എന്തേ സുഖമില്ലേ? അസുഖമുണ്ടായിട്ടല്ല. പടച്ചവനെ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രകാശമില്ല, ഈമാനിന്റെ ചൈതന്യമില്ല. നിസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന്
ഈമാനിന്റെ പ്രകാശം അല്ലാഹു എടുത്ത് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ അതാണ് പറഞ്ഞത്, ഈമാനിന്റെ പ്രകാശം സുജൂദിന്റെ അടയാളം മുഖത്ത് കാണുമെന്ന് പറഞ്ഞാൽ അതൊരു ഈമാനികമായിട്ടുള്ള പ്രകാശമാ, അത് ഈമാനികമായിട്ടുള്ള ഒരു വെളിച്ചമാ. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ അധികമായിട്ട് സുജൂദ് ചെയ്യ്. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്ലസ് ടുവിൻ്റെയും 10ാം ക്ലാസ്സിലെയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ, ജയിക്കണോ മക്കളെ, ജയിക്കണോ മക്കളെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ മക്കളും പറയുന്നു, ഉസ്താദേ എനിക്ക് ജയിക്കണം, A+ വേണം, മൊത്തം A+ വേണം പരീക്ഷയ്ക്കൊക്കെ. എൻ്റെ ഉസ്താദേ, ഞാൻ ഏത് കച്ചവടം തുടങ്ങിയാലും നേരെയാകാത്തെ. എൻ്റെ പൊന്നാര കാക്ക, ഒരു ദിവസം നീ എന്ത് ചെയ്താലും അത് നന്നാകില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഏത് ദിവസമാ? ഏത് ദിവസം? നീ സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അത് നന്നാകില്ല. സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എന്തു തുടങ്ങിയാലും അതിൽ ബർക്കത്തില്ല. നീ ഒരു കട തുടങ്ങി, എന്തിനാ തുടങ്ങിയ? ജീവിക്കാൻ. ആരാ ഉദ്ഘാടനം ചെയ്തേ? ആരാ ഉദ്ഘാടനം ചെയ്തേ? സുബഹി നിസ്കരിച്ചവനാണോ? നിനക്ക് ചെയ്യാമായിരുന്നല്ലോ. നീ സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം ആ കടയ്ക്കകത്ത് നിനക്ക് കയറിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ നീ ആരെ കൊണ്ടുപോവാ? നിനക്ക് ചെയ്യാമായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖത്തീബിനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഉസ്താദെ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്, ഉസ്താദ് ഒന്ന് വരണം, 4 മണിക്ക് വരണം. ആരും കാണാതെ ഉസ്താദിനെ കൊണ്ടുപോയി ഷട്ടർ പതുക്കെ തുറന്ന് തലകീഴായിട്ട് കയറ്റിയിട്ട് ദുആ ചെയ്യിപ്പിക്കും. തീർന്നു. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, പരീക്ഷയ്ക്ക് പോകുന്ന മക്കളോട് പറയുക, ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് എക്സാമിന് പോയിട്ട് നിനക്ക് ജയിക്കാൻ പറ്റൂല. ഉമ്മ പറയുക, രാത്രി 12 മണി വരെ പഠിച്ചതാ, ഉറങ്ങട്ടെ, എക്സാമിന് പോകാനുള്ളതാ. 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പല്ലും തേച്ചിട്ട് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ടാണ് എക്സാമിന് പോണത്. A+ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബഹി നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോ. ആ മുസ്ലിമീങ്ങളായ കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ നീ ചിന്തിക്കേണ്ടത്, നിന്റെ മക്കൾ 7 മണി വരെ 6 മണി വരെ കിടന്നുറങ്ങിയിട്ട് സുബഹിയില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, കുളിച്ചൊരുങ്ങിയിട്ട് എക്സാമിന് പോകും. എന്നാൽ അമുസ്ലിമായ വിദ്യാർത്ഥികൾ ഈ എക്സാമിന് പോകുമ്പോൾ അമ്പലം കാണുമ്പോൾ ഒന്ന് തൊഴുവും, പള്ളി കാണുമ്പോൾ ഒന്ന് തൊഴുവും, പറ്റുമെങ്കിൽ ഒരു വഞ്ചിപ്പെട്ടിയിൽ ഇട്ടിട്ട് പോവും. അത്രയെങ്കിലും ദൈവവിശ്വാസം അവർക്കുണ്ട്. നമുക്കോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, സുജൂദുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമോ? എന്താ സുജൂദിൻ്റെ പ്രതിഫലം? സുജൂദ് ചെയ്യാൻ പറയുന്നത് എന്തിനാ? ഒരാൾ സുജൂദിൽ കിടക്കുമ്പോൾ അവൻ ചെയ്ത പാപം മുഴുവനും പെരടിയുടെ മുകളിൽ വരും. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ പെരടിയുടെ മുകളിൽ വന്നിരിക്കും. നീ സുജൂദിൽ കിടക്കുമ്പോൾ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപങ്ങൾ താഴേക്ക് വീഴുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുജൂദിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നീ നിന്റെ സുജൂദിനെ നീക്കണേ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണേ. സുജൂദിൽ എത്ര നേരം കിടക്കുന്നുണ്ടോ അത്രയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ, പള്ളിയിൽ നിന്നിറങ്ങി വരുമ്പോ ഒരു വിഭാഗത്തോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, പടച്ചവനെ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ചു മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, ഭാഗ്യവാനാണ്, സന്തോഷ വാർത്ത പറയുകയാണ്, നീ സ്വർഗത്തിലാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, നീ സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞു, നീ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇശാ നിസ്കരിച്ചിട്ട്
പള്ളിയിൽ നിന്ന് എഴുന്നേക്കുന്നവനോട് പറയുമ്പോ അപ്പുറത്തിരിക്കുന്നവനോട് മലക്ക് പറയുകയാണ്, എടാ നഷ്ടവാളി, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അവസരം പാഴാക്കിയല്ലോ, നീ നരകത്തിലാണ്, നീ നരകത്തിലാണ്, നിന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് മരണപ്പെട്ട നീ നരകത്തിലാണെന്ന് അള്ളാന്റെ മലക്ക് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റപ്പോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഓരോ മനുഷ്യനോടും അവിടെ നിന്ന് മലക്കുകൾ പറയുകയാ, അതാണ് നിസ്കാരം. വാപ്പാ സ്വർഗത്തിൽ പോകാൻ കുതിക്കുന്നവരല്ലേ, ദുആ ചെയ്യുന്നവരല്ലേ, ഒരു വഖത്ത് നമസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. നിന്റെ ജീവിതത്തിൽ ഒരേ ഒരു വഖത്ത് നിസ്കാരം നല്ലതുപോലെ നീ നിസ്കരിച്ചാൽ നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും ചിന്തിക്കാറുണ്ട്, പടച്ചവനെ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഒരുപാട് നിസ്കാരം നിന്റെ കയ്യിലുണ്ട്. എന്നാ വാപ്പാ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയുമോ? ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിലാ, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത പറയും. മറ്റൊരാളോട് പറയും, നീ നിസ്കരിച്ചിട്ട് നരകത്തിലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എത്ര വഖത്ത് നിസ്കാരം വേണം? ഒറ്റ വഖത്ത്, ഒരു വഖത്ത് നിസ്കാരം നിസ്കരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പെങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ചാക്ക് കണക്കിന് നിറച്ചിട്ടിരിക്കുക നിസ്കാരം. എത്ര കൊല്ലമായി ഉസ്താദെ? 40-50 കൊല്ലമായിട്ട് ഞാൻ നിസ്കരിച്ച് ചാക്കി കെട്ടിയിട്ടിരിക്കുക. എനിക്ക് ഒന്നല്ല, ആയിരക്കണക്കിനുണ്ട്, 10,000-കണക്കിനുണ്ട്. എന്നാ വാപ്പ 40 കൊല്ലം 50 കൊല്ലം പ്രായമുള്ള ഉപ്പാനോട് ചോദിക്കട്ടെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എടാ, നമ്മൾ സാധാരണ ശൈത്താൻ നിസ്കരിക്കുന്നവനെ പിഴപ്പിക്കുന്ന, നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ശൈത്താൻ ചിരിക്കും, ഇവൻ എന്താ അള്ളാഹ് കാണിക്കണേന്ന്, കോമഡി കാണുന്നവല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ചാക്ക് കണക്കിന് നിസ്കാരമുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് പോലെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ഒരു കാലിൻ്റെ വിരലിന് വല്ലാത്ത വേദന, കാലിൻ്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. സ്വർഗത്തിലേക്കുള്ള പാസ് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആമിനാത്ത, ഇത് നിനക്കുള്ളതാ, നിന്റെ നടത്തവും നിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നീ സ്വർഗത്തിലാന്നുള്ള ചിന്തയാ നിനക്ക്. എന്നാ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചു, തങ്ങളെ ഈ വിരൽ പഴുക്കുന്നുണ്ട്, മുറിച്ചു കളയണം. ഉറുവ തങ്ങൾ സമ്മതിച്ചില്ല, പരിഗണിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞു, വേദന കൂടി. വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ ആ പഴുപ്പ് മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു, ഇനി വിരൽ മുറിച്ചാൽ പോരാ, കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റണം. ഉറുവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. കാലിൽ വീണ്ടും വേദനയായി, പഴുപ്പ് വ്യാപിക്കാൻ തുടങ്ങി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഇനിയെങ്കിലും ഞങ്ങൾ പറയണ കേക്ക്, ഇപ്പം മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കേണ്ട അവസ്ഥ വന്നു. അവസാനം ഉറുവ റളിയല്ലാഹു തആല അൻഹു കാല് മുറിക്കാൻ സമ്മതിച്ചു. വൈദ്യന്മാര് പോയി ആയുധമൊക്കെ എടുത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചാരത്ത് വന്നു. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുത്തു, ലഹരി കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കുടിക്കണം തങ്ങളെ. ഇതെന്താ? ഇത്തിരി ലഹരിയാണ്, ഇത് കുടിക്കണം. ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇതെന്തിനാ ഞാൻ കുടിക്കണേ? കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാ തങ്ങളെ. ഒരു പച്ചയായ മനുഷ്യനല്ലേ, മരവിപ്പിക്കലും അനശേഷമൊന്നും ഒന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, ഇത് കുടിച്ച കുറച്ച് ബോധം ഉണ്ടാവത്തില്ല, ഇത് കുടിച്ച കുറച്ച് വേദനയ്ക്ക് ശമനം കിട്ടും, അല്ലാതെ ധൈര്യത്തിലൊന്നും ഇത് മുറിക്കാൻ പറ്റൂല. ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിൽ ശിഫയില്ല, മരിച്ചാലും ഞാൻ കുടിക്കൂല. പിന്നെ എങ്ങനെ കാല് മുറിക്കുക? വൈദ്യന്മാര് ചോദിച്ചു, പിന്നെ എങ്ങനെ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് ഞങ്ങൾ എങ്ങനെ മുറിക്കും? മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ കാല് മുറിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് എത്രയില്ലല്ലോ, എൻ്റെ കാല് മുറിച്ചാൽ പോരെ? ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എങ്കിൽ ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നോക്കിക്കോ, എൻ്റെ കാല് മുറിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ.
മഹാനായ ഉർവ റളിയല്ലാഹു തആല ഒളിവെടുത്തു. പടച്ചവനെ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അവിടെ നിന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈകെട്ടുകയാണ്. ഉർവ റളിയല്ലാഹു തആല അവിടെ നിന്ന് വജ്ജഹത്ത് പോതി പടച്ചവനെ അവിടെ നിന്ന് ഫാത്തിഹ പോതുകയാണ്. അതാ പടച്ചവനെ സൂറത്തിലേക്ക് കടക്കുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഉർവ റളിയല്ലാഹു തആല നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാര് കടന്നു വരികയാണ്. മാർക്കോയുടെ കഥയല്ല പറയുന്നത്, പുഷ്പയുടെ കഥയല്ല പറയുന്നത്, മഹാനായ ഉർവ റളിയല്ലാഹു തആലാന്റെ ചരിത്രമാടാ ചെറുപ്പക്കാരാ. എടുത്തു വായിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഉർവ തങ്ങളുടെ ഒരു കാലവിടുന്ന് മുറിച്ചു മാറ്റുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആലാന്റെ ഒരു കാലുണ്ടല്ലോ, അവിടുന്ന് വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാ, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാ. അവിടത്തെ ഒരു കാല് മുറിച്ചു മാറ്റി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. എന്തു മരുന്ന് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം പെട്ടെന്ന് നിൽക്കാനുള്ള വഴി എന്തെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. പെങ്ങളെ, അടുക്കളയിൽ കടുക് വറുക്കുമ്പോ പപ്പടം പൊരിക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാണമെന്ന് തെറിച്ച എന്തൊരു പ്രയാസമാണെന്നറിയില്ലേ ഉമ്മ? നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആലാന്റെ കാലിലേക്ക് തിളച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് അങ്ങ് മുക്കി. മോനെ, ഉർവതങ്ങൾ അറിയുന്നില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിക്കുകയാണ്, ആയത്തിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ആയത്താണ് ഉർവതങ്ങൾ ഇങ്ങനെ ഓതുന്നത്. തിളച്ച എണ്ണ മുക്കിയിട്ടും മഹാനവറുകൾ അറിഞ്ഞില്ല. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം ബോധം കെട്ട് താഴെ വീണടോ. കാലിൽ നിന്ന് രക്തം പോയിട്ട് ബോധം കെട്ട് താഴെ വീണോ. വൈദ്യന്മാരും മരുന്ന് വെച്ച് കെട്ടി. പടച്ചവനെ, ഉർവതങ്ങളെ ബോധമില്ലാതെ കിടക്കുകയാ. വൈദ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോ ആരാ പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമല്ലോ. കാല് മുറിച്ചെന്ന് പറഞ്ഞാ വിഷമമാകുമല്ലോ. അതുകൊണ്ട് വൈദ്യന്മാര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ, എവിടെ എവിടെ ഉർവതങ്ങൾ, എവിടെ? എന്തിനാ ഉർവതങ്ങളെ തിരയുന്നത്? തങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. രണ്ട് ദുഃഖവാർത്തയാണ്. ഒന്ന്, കാല് മുറിച്ചിരിക്കുകയാണ്. രണ്ട്, മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും വല്ലാത്ത മനപ്രയാസത്തിലായി. ഉർവതങ്ങൾക്ക് ബോധം വന്നോ, ഉർവതങ്ങൾക്ക് ബോധം വന്നോ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാല് മുറിച്ചു മാറ്റി. തങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് ഞങ്ങൾ മുറിച്ചെടുത്തു. തങ്ങള് ഇന്നാലില്ലാ അൽഹംദുലില്ലാ. തങ്ങളെ ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി. തങ്ങളെ ഇന്നാലില്ലാ അൽഹംദുലില്ലാ.
എന്തേ തങ്ങളെ സങ്കടമില്ലേ? തങ്ങയുടെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തേ തങ്ങളെ അൽഹംദുലില്ലാ പറയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്, നടക്കാൻ കഴിയാതെ ഇഴഞ്ഞിടഞ്ഞു പോകുന്നവരുണ്ട്. അള്ളാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം അള്ളാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. അള്ളാഹു 7 മക്കളെ തന്നിട്ട് 6 പേരെ തിരിച്ചു തന്നല്ലോ, ഒരെണ്ണത്തെയല്ലേ അള്ളാഹു തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാ. ഉർവതങ്ങളുടെ മറുപടിയാണ് അത്. കഴിഞ്ഞ് കരയുന്ന ചെറുപ്പക്കാരാ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ സങ്കടപ്പെട്ട് കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചതിന്റെ പേരിലാണോ? മകൻ മരിച്ചതിന്റെ പേരിലാണോ? ഉർവതങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാ, ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ, ഒരു കാലല്ലേ ഉള്ളൂ. ആ സങ്കടത്തിലാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിസ്കാരമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് നിസ്കരിക്കുന്ന ഉർവതങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്, അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിക്കുന്നവരോടാണ് അള്ളാന്റെ മലക്കുകൾ സ്വർഗത്തിലാണെന്ന് പറയുന്നത്. ഇനി ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചവരെ നീ നിന്റെ നിസ്കാരമൊന്ന് തുലനം ചെയ്യ്. പടച്ചവനെ വഅ്ള് പറയുന്ന ഞാനുണ്ടല്ലോ. ഉർവ റളിയല്ലാഹു തആല നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. ജയ്ത്തെണ്ണ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കി ആ ശരീരം പച്ച ഇറച്ചി കരിച്ചിട്ട് പോലും മഹാനവറുകൾ അറിഞ്ഞില്ല. ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരു കൊതുവ് എൻ്റെ ചെവിയുടെ ഭാഗത്തുകൂടെ പാട്ടുപാടി പോയാൽ എനിക്കറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കൊതുക് മൂളിയിട്ട് പോയാൽ എനിക്കറിയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ നിസ്കാരം, ഇതാണ് നമ്മുടെ നിസ്കാരം. ഈ നിസ്കാരം ചാക്കി വെച്ചിട്ടാ സ്വർഗവും പാത്തിരിക്കണം ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.